എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. ആമേൻ. കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾക്ക് ഒപ്പി കണ്ണുകൾ അടച്ചൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ ഹൃദയങ്ങളും തുറക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് അർപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം കർത്താവിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കും. ക്ഷീണിച്ചവരെ, ഭാരം ചുമക്കുന്നവരെ തള്ളിക്കളയാത്ത, തൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്ന കർത്താവിനെ, വിശ്രമം നൽകുന്ന കർത്താവിനെ, ആശ്വാസം നൽകുന്ന കർത്താവിനെ, സൗഖ്യം നൽകുന്ന കർത്താവിനെ ഇതാ ഈ തിരുവചനത്തിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അവൻ്റെ ഹൃദയം എനിക്ക് സൗഖ്യത്തിൻ്റെ ഉറവിടമാണ്. അവൻ്റെ ഹൃദയം എനിക്ക് ആശ്വാസത്തിൻ്റെ ഉറവിടമാണ്. യോഹന്നാന്റെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വം കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അതേ കർത്താവേ, നിന്റെ തിരുവിലാവ് ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെ തുറന്ന കവാടമായി അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മുറിവേറ്റ ഹൃദയത്തിൽ നിന്നും ഞങ്ങളിലേക്ക് ഒഴുകുന്ന കരുണയും രക്ഷയും വിടുതലും കർത്താവ് ഈ സമയം ഞങ്ങൾ ആശിച്ച് ആഗ്രഹിച്ച് നിന്റെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കർത്താവെ നിന്റെ കരുണ ഒഴുകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ ലഭിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശക്തി ലഭിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എഫേസ്യർ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അറിവിനെ അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, അറിവിനെ അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, മനുഷ്യബുദ്ധിക്ക് അളക്കാനാവാത്ത വിധം, വാക്കുകൾക്ക് വിവരിക്കാനാവാത്തതുമായ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് കർത്താവ് ഞങ്ങളെ ക്ഷണിക്കുന്നുണ്ടല്ലോ. അതിനാൽ ആ സ്നേഹത്തിന്റെ ആഴം പഠിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, അതിന് ഞങ്ങൾ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാലോ. ഹല്ലേലൂയ. കർത്താവ് ഈ സമയം കണ്ണീരോടും വിലാപത്തോടും കൂടെ നിന്റെ അരികിലേക്ക് വരുന്ന ഞങ്ങളെ അവിടുന്ന് കാണണമേ. യേശുവേ ആരാധന, ദൈവമേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ഒരിക്കൽ കൂടെ കണ്ണുകൾ അടയ്ക്കാം. വചനങ്ങൾ നമ്മെ പഠിപ്പിച്ചു. എല്ലാവർക്കുമായി തുറന്നു കിടക്കുന്ന യേശുവിൻ്റെ ഹൃദയം, എല്ലാവർക്കുമായി തുറന്നു കിടക്കുന്ന യേശുവിൻ്റെ ഹൃദയം, എല്ലാവർക്കും വേണ്ടി മുറിവേറ്റ കർത്താവിൻ്റെ ഹൃദയം, എല്ലാ അതിർവരമ്പുകളും കടന്നു പോകുന്ന, അതിനെയൊക്കെ അതിശയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ഹൃദയം. അത് കർത്താവേ, അതുകൊണ്ട് ഞങ്ങളെ അവിടുന്ന് ഈ സമയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ വചനങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് സത്യം ഇത് തന്നെയാണല്ലോ. മുറിവുകളിൽ നിന്നും കരുണയിലേക്കും,
കരുണയിൽ നിന്ന് അടുപ്പത്തിലേക്കും അടുപ്പത്തിൽ നിന്ന് ഞങ്ങൾക്കുള്ള ദൗത്യത്തിലേക്കുമാണല്ലോ കർത്താവ് ഞങ്ങളെ ക്ഷണിക്കുന്നത്. കർത്താവ് ഞങ്ങളുടെ മുറിവുകളിൽ നിന്ന് കരുണയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നുണ്ടല്ലോ കർത്താവേ. ആ കരുണയിൽ നിന്നും അങ്ങയിലേക്ക് അടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ കർത്താവേ. അവിടത്തോട് അടുത്ത് കഴിയുമ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് നിന്റെ സ്നേഹം ചൊരിയാൻ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ടല്ലോ. അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഈ മണിക്കൂറിനായി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈ മണിക്കൂർ ദൈവത്തിന്റെ സ്നേഹം ആഴത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിക്കുവാൻ, അവിടുത്തെ കരുണ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഒഴുകുവാനായിട്ട്, ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കാനായിട്ട്, വിടുതൽ പ്രാപിക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പുറത്തിരിക്കുന്ന ആളെ മുഖത്ത് നോക്കി ഒന്ന് സ്തുതി കൊടുത്താട്ടെ. നമുക്ക് ഇരിക്കാം, ശാന്തമാകാം. ഇന്ന് ലോകം നേരിടുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഹൃദയത്തിന്റെ പ്രതിസന്ധിയാണ്. എല്ലായിടത്തും സ്ട്രോക്കാണ്, ബ്ലോക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുക അല്ലേ. എന്നാൽ പ്രിയമുള്ളവരെ, എല്ലാം വളർന്നു എങ്കിലും ഇതാ ഹൃദയങ്ങളുടെ അകലം വളർന്നു തുടങ്ങി അല്ലേ. എല്ലാം വളർന്നു, സാങ്കേതിക വിദ്യ വളർന്നു, മനുഷ്യൻ ചന്ദ്രനിൽ വരെ എത്തി. ഇതൊക്കെ ചെയ്തിട്ടോ, എന്തൊക്കെ സംഭവിച്ചിട്ടോ ലോകം വളർന്നു, ഒത്തിരി വളർന്നു. പക്ഷെ അവന്റെ ഹൃദയം വളർന്നില്ല. അവന്റെ ഹൃദയങ്ങളുടെ അകലം വളർന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ. വീടുകൾ വലുതായി, പക്ഷെ കുടുംബങ്ങൾ ചെറുതായി. വീടുകൾ വലുതായി അല്ലേ, കെട്ടിടങ്ങൾ വലുതായി, നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളായി. വീടുകളൊക്കെ കെട്ടിടങ്ങളായി നിന്നു, കുടുംബങ്ങളായില്ല. കുടുംബമാകണമെങ്കിൽ എന്ത് വേണം? ഹൃദയങ്ങൾ ചേരണം അല്ലേ. കുടുംബമാകണമെങ്കിൽ ഹൃദയങ്ങൾ ചേരണം. അതെ, കുടുംബങ്ങളായില്ല, കെട്ടിടങ്ങൾ വലുത്, വീടുകൾ വലുതായി, ഇതാ കുടുംബങ്ങൾ ചെറുതായി. സൗകര്യങ്ങൾ വളർന്നപ്പോഴോ? സൗകര്യങ്ങൾ വളർന്നു, സന്തോഷം കുറഞ്ഞു അല്ലേ. സന്തോഷം കുറഞ്ഞു. സൗകര്യങ്ങൾ ഏറെയായി നമ്മുടെ ഭവനങ്ങളിൽ. ഇപ്പോൾ ഒരു ഭവനത്തിൽ തന്നെ ഒരുപാട് മുറികൾ, അതനുസരിച്ച് ബാത്ത് അറ്റാച്ച്ഡ് റൂംസ് എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ സന്തോഷം കുറഞ്ഞു. പക്ഷേ നോക്കണേ, 1000-ലധികം തവണ വിശുദ്ധ ഗ്രന്ഥം ഹൃദയത്തെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ് മനുഷ്യനെ രൂപപ്പെടുത്തിയതായി നമ്മൾ വായിച്ചറിയുന്നു. എല്ലാം നല്ലതെന്ന് കണ്ട ദൈവം ഇതാ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ പറയുന്നു, അവൻ ഇതാ മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ചോർത്ത് ദൈവമായ കർത്താവ് വേദനിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെക്കുറിച്ചോർത്ത് ദൈവം വേദനിക്കുന്നുണ്ടോ, സന്തോഷിക്കുന്നുണ്ടോ എന്നോർക്കണം. അവനെക്കുറിച്ച് നല്ലത് മാത്രം. അതെ, ഇവനെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. മോശയെക്കുറിച്ച് ഇങ്ങനെ പറയുക, അതെ, എനിക്ക് ഇണങ്ങിയ ഒരു മനുഷ്യനെ, എൻ്റെ ഹൃദയത്തോട് ചേരുന്ന ഒരു മനുഷ്യനെ ഞാൻ മോശയിൽ കണ്ടെത്തി. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. അപ്പൊ ഹൃദയത്തിനിണങ്ങിയ ഒരാളെ ദൈവമായ കർത്താവ് അന്വേഷിക്കുന്നുണ്ട്. നോക്കണേ, ബൈബിളിൽ 1000 തവണ ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഹൃദയമാണ് നമ്മുടെ തീരുമാനങ്ങളുടെ കേന്ദ്രം. ഹല്ലേലൂയ. നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും ആ തീരുമാനങ്ങളുടെ കേന്ദ്രം അത് നമ്മുടെ ഹൃദയമാണ്. സ്നേഹത്തിന്റെ ഉറവിട ഹൃദയമാണ്. മനസാക്ഷിയുടെ ഭവനവും ഹൃദയമാണ്. അത് ദൈവം സംസാരിക്കുന്ന ഇടം ഹൃദയമാണ്. ദൈവം സംസാരിക്കുന്ന ജീവിതത്തിലെ ഒരുപാട് സങ്കടങ്ങളിലൂടെ, കഷ്ടപ്പാടിലൂടെ കടന്നു പോയപ്പോഴൊക്കെ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരു വ്യക്തിയുണ്ട്. ആരാണത്? പരിശുദ്ധ അമ്മ. ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വന്നതും പോയതും കണ്ടതും കേട്ടതും അനുഭവിച്ചതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഷീ പോണ്ടർ ഓവർ ഇൻ ടു ഹെർ ഹാർട്ട്. എന്താണ്? ഹൃദയത്തിൽ അവൾ വിചാരം നടത്തി, ചിന്ത നടത്തി. എന്തിനാണ്? അവിടെ ദൈവം അവളോട് സംസാരിച്ചു. ജീവിതത്തിൽ തകർച്ചയുടെ സമയത്ത്, വേദനയുടെ സമയത്ത്, പരിഹാസങ്ങളുടെ സമയത്ത്, നിരാശയുടെ സമയത്ത് എല്ലാം അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. അതുകൊണ്ട് റോമാകൃത ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ 26-ാം തിരുവചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. എന്താണ് പറയുന്നത്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല അല്ലേ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, അതെ, ആ ബലഹീനമായ മനസ്സ്, ബലഹീനമായ സമയത്ത്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയത്ത് അവാച്യമായ നെടുവീർപ്പിലൂടെ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പറയാമോ?
എൻ്റെ ആത്മാവ് അവാച്യമായ നെടുവീർപ്പിലൂടെ എൻ്റെ ഹൃദയം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. അതുകൊണ്ട് എസെക്കിയേലിന്റെ പ്രവചനത്തിൽ 36-ാം അധ്യായത്തിൽ 26-ാം തിരുവചനം പറയും, ഞാൻ അതിനാൽ നിങ്ങൾക്കൊരു മാംസള ഹൃദയം തരുന്നു, നിങ്ങൾക്കൊരു പുതു ചൈതന്യം അതിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങൾക്കൊരു ഹൃദയം ഞാൻ നൽകുകയാണ്. ആ ഹൃദയമാണ് ഇന്ന് നമുക്കുള്ളത്. ആ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഹല്ലേലൂയ പറയാമോ? അത് ആർക്കാണ് അത് മനസ്സിലാകുക? അത് മനസ്സിലാകണമെങ്കിൽ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും, ദൈവത്തെ ദർശിക്കും. കാരണം ആ ഹൃദയത്തിലെ ശുദ്ധി വളരെ അനിവാര്യമാണ് എന്ന് പറയുന്നു. അതെ, സമരിയാക്കാരന്റെ ഉപമയിലൂടെ ഈശോ പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ, പുരോഹിതനും കണ്ടു, ലേവായനും കണ്ടു, എല്ലാവരും കാണുന്നുണ്ടല്ലേ. പക്ഷേ അവന്റെ വേദന കണ്ടതാരായിരുന്നു? വേദനയെ അനുഭവിച്ചറിഞ്ഞതാരായിരുന്നു? ഒരു സമരിയാക്കാരനായിരുന്നു. അതുപോലെ അവിടെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ഭവനങ്ങളിൽ എല്ലാ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും സ്നേഹവും കരുണയും ഒഴുകുന്നില്ല. ഇവിടെയാണ് തിരുഹൃദയത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, ഇങ്ങനെ ഒരു സാമൂഹ്യ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് യേശുവിന്റെ ഹൃദയത്തെ കുറിച്ച് ധ്യാനിക്കാൻ പോവുക. ഹല്ലേലൂയ പറയാമോ? ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം കേട്ടോ. ഒരു ഗാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. യേശു യേശു അവൻ ആരിലും വലിയവൻ എന്നൊരു ഗാനം പാടി നമ്മൾ പ്രാർത്ഥിക്കാം. ഈ വരികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വരികളാണ് കേട്ടോ. ഇതിൽ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇരുള് നിറയുന്ന സമയം ചിലപ്പോൾ നമുക്ക് കണ്ണ് കാണാതെ പോകും കേട്ടോ. കണ്ണ് കാണാതെ പോകും. ഞാൻ ഈ അടുത്ത് തന്നെ ഒരു 3-4 ആത്മഹത്യാ കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഇടവന്നു. അവർ പറയാണ്, കണ്ണിൽ ഇരുട്ട് വന്ന പോലെയാ, ഒന്നും കാണുന്നില്ല പക്ഷെ നടക്കുന്നുണ്ട്. കണ്ണിൽ ഇരുട്ട് വന്ന പോലെയാ, സ്നേഹം കുറഞ്ഞ സമയം, ആരും സഹായിക്കാനില്ലെന്ന് തോന്നിയ സമയം, പക്ഷേ ആരോ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, സ്നേഹിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ. അപ്പൊ ഡിപ്രഷനിലേക്ക് പോകുന്ന വ്യക്തികളെ ഈ വരികൾ എങ്ങനെയാണ്? ഇരുൾ തിങ്ങിടുന്ന പാതകളിൽ, എൻ്റെ വഴികളിൽ കരൾ വിങ്ങിടുന്ന വേളയിൽ അരികിൽ വരാനും കൃപ തരുവാനും നിന്നെപ്പോലെ ആരുമില്ല കർത്താവേ. എൻ്റെ സങ്കേതവും ബലവും എൻ്റെ ഏറ്റവും അടുത്ത തുണയൊക്കെ നീ തന്നെയാണ്. ഏതൊരു ആപത്ത് സമയത്തും ഏത് നേരത്തും എനിക്ക് എൻ്റെ യേശു മാത്രം മതി. എല്ലാ ഭാരങ്ങളും നീയാണ് ചുമക്കുന്നത്. എനിക്കൊരുപാട് ഭാരങ്ങളുണ്ട്, എന്നാൽ ആ ഭാരങ്ങൾ ചുമക്കുന്നവൻ നീയാണ്. എൻ്റെ എന്നും താങ്ങുന്നവൻ നീയാണ്. നിന്റെ കരത്താൽ എൻ്റെ കണ്ണീര് നീ തുടയ്ക്കും. എത്ര നല്ലവനായിട്ടുള്ള ഈശോയെ, ഈ ഭൂമിയിൽ നിന്നെ രുചിച്ചറിയാനായിട്ട് എനിക്ക് ഇടയാക്കിയതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ പറയാമോ? ഈ വരികളൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വരികളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വരികളൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം അല്ലെ? എൻ്റെ ഹൃദയം നുറങ്ങി നമുക്കൊന്ന് വിളിച്ചാലോ? ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. 51-ാം സങ്കീർത്തനം പറയും അല്ലെ? ഹൃദയം നുറങ്ങണം. ആ ഹൃദയം നുറങ്ങിയവനെ നുറങ്ങിയ ഹൃദയം കണ്ടെത്തും. കരങ്ങളെ കൂപ്പി കണ്ണുകൾ അടയ്ക്കൊരു നിമിഷം. കർത്താവേ, നിന്റെ ഹൃദയത്തിലെ സ്നേഹം തിരിച്ചറിയാൻ പാപിയും ബലഹീനനുമായ എന്നെ സഹായിക്കണം. ഞാൻ പലപ്പോഴും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലരാലും അവഹേളിക്കപ്പെട്ടിട്ടുണ്ട് കർത്താവേ, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട്, എന്നെ കേൾക്കാൻ ആരുമില്ലല്ലോ, ആരും എന്നെ സ്നേഹിക്കാനില്ലല്ലോ എന്നൊക്കെ ഞാൻ ഓർത്ത് വല്ലാതെ വിഷമിച്ച സമയങ്ങളുണ്ട് കർത്താവേ. മക്കളെ കുറിച്ച് ഓർത്ത് ചിന്തിക്കുമ്പോഴൊക്കെ മക്കൾ എനിക്ക് ഞാൻ അർഹിക്കുന്ന സ്നേഹം തരുന്നില്ലല്ലോ, എൻ്റെ ജീവിത പങ്കാളി അർഹിക്കുന്ന സ്നേഹം തരുന്നില്ലല്ലോ, എനിക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ വേദനിക്കാറുണ്ട് കർത്താവേ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവേ. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. ഒന്ന് പാടി പ്രാർത്ഥിക്കാം. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു. കർത്താവേ,
അവൻ ആരിലും മതിയായവൻ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. കരങ്ങൾ ഉയർത്തിയാലോ? യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ഒരിക്കൽ കൂടെ ആ പരിശുദ്ധ നാമത്തെ വാഴ്ത്തി പാടാം. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ഇപ്പോൾ ഈ നിമിഷം നിന്റെ ഉള്ളിൽ കടന്നു പോകുന്ന വേദനയൊന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. ആ വേദനയെ, നീ അനുഭവിക്കുന്ന വേദനയെ, സങ്കടത്തെ, കഷ്ടപ്പാടിനെ കർത്താവിന്റെ കയ്യിൽ കൊടുക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ കാണുന്നു. ദൂരെ നിന്ന് ഒരു കുഷ്ഠരോഗി യേശുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, കർത്താവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. യേശു അവന്റെ കരച്ചിൽ കേട്ടു. യഹൂദരെ സംബന്ധിച്ചിടത്തോളം മോശയുടെ ന്യായ പ്രമാണങ്ങൾ അനുസരിച്ച് ലേവിയരുടെ പുസ്തകത്തിൽ കുഷ്ഠരോഗിയെ സമീപിക്കുന്നതും തൊട്ടൊക്കെ ഒരു വ്യക്തിയെ അശുദ്ധനാക്കുന്ന കാര്യമാണ്. മോശ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന വ്യക്തിയാണ് ഈശോ. എന്നാൽ ആ സങ്കടത്തെ, ആ കരച്ചിലിനെ കേട്ടപ്പോൾ ഈശോ അവനരികിലേക്ക് വിളിച്ചു. ഈശോ അവന്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ട് പറഞ്ഞു, സൗഖ്യമുള്ളവനാകുക. അവന്റെ കരച്ചിൽ യേശുവിന്റെ ഹൃദയത്തെ ഭേദിച്ചു. അവന്റെ കണ്ണീര് യേശുവിന്റെ ഹൃദയത്തിൽ വീണു. അവന്റെ വേദന യേശുവിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. യേശു ഇതാ അവനെ തൊടുകയാണ്. ആ തൊട്ട് അവനോട് പറയുന്നു, സൗഖ്യമുള്ളവനാകുക. നോക്കണേ പ്രിയമുള്ളവരെ, തൊട്ടാൽ അശുദ്ധമാക്കപ്പെടുമെന്ന ആ ചിന്തയിൽ നിന്നും തൊട്ടാൽ സൗഖ്യമാക്കപ്പെടുമെന്ന ചിന്തയിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. തൊട്ടാൽ അശുദ്ധമാക്കപ്പെടുമെന്ന്, അവിടെ അരികിൽ ചെന്നാൽ നമുക്കത് ഭാരമാകുമെന്ന്, അവരോട് സംസാരിച്ചാൽ അത് നമുക്ക് കൂടുതൽ ഭാരമാകുമെന്നും, അല്ലെങ്കിൽ നമ്മളും അവരെ പോലെ പരിഗണിക്കപ്പെടുമെന്നും ചിന്തിച്ച് നമ്മൾ മാറ്റി നിർത്തിയ ആ വ്യക്തികളെ ഓർക്കുക. നമ്മൾ മാറ്റി നിർത്തിയ വ്യക്തികളെ യേശു തൊട്ടപ്പോൾ അവന് സൗഖ്യമുണ്ടായി. ഈ നിമിഷം പ്രിയ സഹോദര സഹോദരി, നിന്റെ ഹൃദയം കൊണ്ട് നീ ഒന്ന് തൊടുക. ആരുടെയൊക്കെ കണ്ണീരാണോ, ആരുടെയൊക്കെ നിലവിളിയാണോ, ആരെയൊക്കെയാണ് നാം അവഗണിച്ചിട്ടുള്ളത്, ആ അവഗണിച്ചവരും അവഗണിക്കപ്പെട്ടവരൊക്കെ ഈ നിമിഷം കർത്താവിലേക്ക് നോക്കട്ടെ. നിന്റെ ഉള്ളിൽ നീ അവഗണിക്കപ്പെട്ടു, നിന്നെ തള്ളിപ്പറഞ്ഞു, നിന്നെ മാറ്റി നിർത്തി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം കർത്താവിലേക്ക് ആ കുഷ്ഠരോഗിയെ പോലെ നമുക്കൊന്ന് വിളിക്കാം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന.
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി നമുക്ക് ചിന്ത ഇതാണ്: നമ്മുടെ ഹൃദയം കഠിനമാകുന്നുണ്ടോ? ലോകത്തിന്റെ തലത്തിലേക്ക് പോകുന്നുണ്ടോ? അതോ ഹൃദയം മൃദുവാകുന്നുണ്ടോ? സോഫ്റ്റ് ആകുന്നുണ്ടോ? നമ്മുടെ ഹൃദയം ക്ഷമിക്കുന്നുണ്ടോ? നമ്മുടെ ചുറ്റുപാടുകളെ ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണോ എന്ന് നമുക്ക് ആലോചിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്നാണോ എന്നുള്ളതാണ്. അതോ ബാഹ്യമായ ചിന്തകളിൽ നിന്നാണോ നമ്മുടെ പ്രാർത്ഥനകൾ വരുന്നത്? അവിടുന്ന് ചോദിക്കല നീ എത്ര സമ്പാദിച്ചു എന്ന് ചോദിക്കല, അവിടുന്ന് ചോദിക്കുന്നത് നീ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ്. കർത്താവ് ചോദിക്കാൻ പോകുന്നത് എന്താണ്? നീ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ്. ഈ ലോകത്തിന് ബുദ്ധിമാന്മാരെ ആവശ്യമാണ്, അതിലുപരി ആവശ്യമുള്ളത് യേശുവിൻ്റെ ഹൃദയമുള്ള മനുഷ്യരെയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് യേശുവിൻ്റെ ഹൃദയം വേണം. നമ്മുടെ വിദ്യാലയങ്ങൾക്ക് യേശുവിൻ്റെ ഹൃദയം വേണം. നമ്മുടെ സമൂഹങ്ങൾക്ക് യേശുവിൻ്റെ ഹൃദയം വേണം. നമ്മുടെ സഭയ്ക്ക് യേശുവിൻ്റെ ഹൃദയം വേണം. ഈ ലോകത്തിന് യേശുവിൻ്റെ ഹൃദയം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 26-ാം വാക്യം നമ്മോട് ഒരു കാര്യം ദൈവമായ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ഓൺലി വൺ തിങ്. അത് മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തന്നെയാണ് നിങ്ങളെല്ലാവരും ആ ഹൃദയമുള്ളവരാകുക. അവിടുന്ന് പറയുന്നു, നിന്റെ ഹൃദയം എനിക്ക് തരിക. നമ്മുടെ പ്രാർത്ഥനകളോ നോമ്പുകളോ അല്ലെങ്കിൽ ദാനധർമ്മങ്ങളോ അതിനേക്കാൾ വിലപ്പെട്ടതാണ് നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്കുക. ആദ്യം മുതലേ കർത്താവ് മനുഷ്യരോട് ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും ഇത് തന്നെയാണ്. മനുഷ്യഹൃദയം ദൈവത്തിൻ്റെ പ്രതിധ്വനിക്കായി, കേട്ടോ, മനുഷ്യന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പ്രതിധ്വനിക്കായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. എന്താണ്? ദൈവത്തിന്റെ ഹൃദയം എന്നിലൂടെ കൊടുക്കപ്പെടണം. എൻ്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കപ്പെടണം. അതെ, ഇന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയമൊക്കെ വിങ്ങിപ്പൊട്ടി തകർന്ന നിലയിലാണ്. സ്നേഹിക്കാൻ കഴിയാത്ത, ക്ഷമിക്കാൻ കഴിയാത്ത, കരയാൻ കഴിയാത്ത, പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഹൃദയങ്ങളായി മാറിയിരിക്കണം. ഈശോ ആ സന്ധ്യാസമയങ്ങളിൽ തൻ്റെ പ്രാർത്ഥനയിൽ ഒഴികെ, രാവിലത്തെ പ്രാർത്ഥന ഒഴികെ ബാക്കി എല്ലാ സമയവും അവൻ വന്നവരെ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നു. അവൻ എല്ലാവരെയും കണ്ടു. അവനെ കണ്ടവരെയൊക്കെ അവൻ കണ്ടു. അവൻ തൊട്ടവരെയൊക്കെ അവൻ തൊട്ടു. അവന് കേട്ടവരെയൊക്കെ അവൻ കേട്ടു. അവനോട് സംസാരിച്ചവരെയൊക്കെ അവൻ കേട്ടു. അപ്പൊ നോക്കണേ, യേശുവിന്റെ സമയത്തിന് പരിധിയില്ല. സ്നേഹിക്കുന്ന ഹൃദയത്തിന് സമയത്തിന് പരിധിയില്ല. സ്നേഹിക്കുന്ന ഹൃദയത്തിന് സമയത്തിന് പരിധിയില്ല. അത് എപ്പോഴും നമ്മോട് കൂടെയായിരിക്കും. ഹല്ലേലൂയ പറയാമോ? സമയത്തിന്റെ പരിധിയില്ല. ആളുകളെ മാറ്റി നിർത്തുന്നില്ല. ബർത്തമേയുസ് മുതൽ ഇങ്ങനെ എന്താ പറയാ, അവസാന നിമിഷം അവന്റെ തിരുവിലാവ് കുത്തിപ്പിളർന്നവനെ പോലും നോക്കിയവനാ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ബർത്തമേയുസ് വിളിക്കുന്ന സമയത്ത് ഈശോയുടെ കൂടെ നിന്നവർ അവനോട് പറയുന്നുണ്ട്, നീ ബഹളം വെക്കാതിരിക്കാൻ. അവൻ ഭയങ്കര തിരക്കിലാണ്. അവൻ തിരക്കിട്ട യാത്രയിലാണ്. ദയവ് ചെയ്ത് ബഹളം വെക്കല്ലേ. ജയരോസിന്റെ മകളുടെ കാര്യം പറഞ്ഞപ്പോ അയാൾ പറയുന്നുണ്ട്, ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ടതില്ല, കുഞ്ഞ് മരിച്ചുപോയി. ബുദ്ധിമുട്ടിക്കല്ലേ, അവൻ തിരക്കല്ലേ, അവനാണ് തിരക്കല്ലേ, ബുദ്ധിമുട്ടല്ലേ. പക്ഷെ എന്നാൽ ഹൃദയം വിങ്ങി അല്ലേ. ലാസർ മരിച്ചു തെറിഞ്ഞപ്പോ വേഗം ഓടി വന്നു. ബർത്തമേയുസിന് വിളി കേട്ടപ്പോൾ ഇല്ല, അവനെങ്ങ് വിളിക്ക്. ആ ശബ്ദം കേട്ടത് ആരുടെയാ? ആരുടെ സ്വരമാണ് കേട്ടത്? അവനെങ്ങ് വിളിക്ക്. അതെന്റെ നെഞ്ചിലാണ് ആ സ്വരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിങ്ങിയ ആളുകളോടൊപ്പം ഇങ്ങനെ ചെറിയ തെരുവീതികളാണ് ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ. ഓരോരുത്തർ കുറെ കെട്ടിടങ്ങളുണ്ടാവും, അവിടെയാണ് ആൾക്കാർ ജീവിക്കാം. അതിനിടയിലൊക്കെ കുഞ്ഞു വഴികളായിരിക്കും കെട്ടിടങ്ങളുടെ ഇടയിലൂടെ. അപ്പൊ അതിലൂടെ ആളുകൾ കൂട്ടം കൂട്ടമായി നടക്കുമ്പോൾ 2-3 പേർ ചേർന്നാൽ തന്നെ തിങ്ങി പോകുന്ന പോലെയാ. അതിനിടയിലാണ് ഒരുത്തി ആ കർത്താവിന് വസ്ത്രാഞ്ജലി തൊടുക. തിങ്ങിത്തിരങ്ങി എല്ലാവരും തൊട്ട് നടക്കുമ്പോ ഈശോ പറയുന്നുണ്ട്, ആരും അവനെ തൊട്ടിട്ടുണ്ട്. ഹൃദയം കൊണ്ട് തൊട്ടവനാണ്, ഹൃദയം കൊണ്ട് വിളിച്ചവനെയാണ്. ഹൃദയം കൊണ്ട് വിളിച്ചവനെ കേട്ടു, ഹൃദയം കൊണ്ട് തൊട്ടവനെ തൊട്ടു, ഹൃദയം കൊണ്ട് കണ്ടവനെ കണ്ടു.
കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വഴിയരികിൽ ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നു. അവന്റെ പേര് ലേവി എന്നാണ്. അവന് ഈശോ അരികിലേക്ക് എതിരെ വരുമ്പോൾ ഈശോ നോക്കുക. അത് നോക്കുമ്പോൾ ഈശോ അവനെ നോക്കുക. അത് റോമിലെ ഒരു ചാപ്പലിൽ അതിന്റെ മനോഹരമായ ഒരു ചിത്രം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. പാപ്പ ഫ്രാൻസിസ് മിസറിക്കോർദിയോസ് ബുൾത്തൂസ്, കാരുണ്യമാണ് ദൈവത്തിന്റെ മുഖം എന്ന അപ്പസ്തോലിക പ്രബോധനം എഴുതുമ്പോൾ അതിലിത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പോപ്പ് പറയാണ്, ഞാൻ ആ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ചിത്രകാരൻ വരച്ചു വച്ചിരിക്കുകയാണ് ലേവിയുടെ ചിത്രം, യേശുവിന്റെ ചിത്രം. ലേവി ചുങ്കസ്ഥലത്ത് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുക. ആ ചുങ്കം പിരിച്ചിരുന്ന് അവന്റെ കണ്ണിലേക്ക് ഈശോ നോക്കുന്നു. അവൻ യേശുവിന്റെ കണ്ണിലേക്ക് നോക്കുന്നു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. അതോടൊപ്പം യേശുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. നോക്കണേ, ദിവ്യകാര്യത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ കർത്താവിന് മുമ്പിൽ കണ്ണീരിന് വിലയുണ്ട്, നമ്മുടെ നെടുവീർപ്പിന് വിലയുണ്ട്, നമ്മുടെ ഹൃദയങ്ങൾക്ക് വിലയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണേ, ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ യേശുവിന്റെ ഹൃദയത്തോട് ചേർന്ന് ജീവിച്ചിരുന്ന, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രാൻസിസ് അസീസി. ഒരു കുഷ്ഠരോഗി കണ്ടപ്പോൾ അതിനെ ആശ്ലേഷിക്കാൻ, അല്ലേ, ആ കുഷ്ഠരോഗി ചേർത്ത് പിടിക്കാനായിട്ട് ആ യേശുവിന്റെ ഹൃദയമായി അയാൾ മാറുകയാണ്. യേശുവിന്റെ ഹൃദയമാക്കി മാറുകയാണ്. മദർ തെരേസയുടെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ നിങ്ങൾക്ക് ഇത്രയധികം ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റുന്നത്? യേശുവിന്റെ ഹൃദയത്തെ മനസ്സിലാക്കിയ വ്യക്തികളാണ്. എങ്ങനെയാ നിങ്ങൾക്ക് ഇത്രമാത്രം ആളുകളെ സ്നേഹിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, ഞാൻ ജനക്കൂട്ടത്തെ ഒന്നും സ്നേഹിക്കുന്നില്ല, ഈ വലിയ കൂട്ടായ്മയെ സ്നേഹിക്കുന്നില്ല, ഓരോ വ്യക്തിയുടെ നൊമ്പരങ്ങളെ മനസ്സിലാക്കി അവരിൽ ക്രിസ്തുവിന്റെ ഹൃദയത്തെ ഞാൻ കാണുന്നു. എൻ്റെ വിങ്ങിപ്പൊട്ടുന്ന ആ തിരുവിലാവ് തുറക്കപ്പെട്ട് നുറുങ്ങിയ ഹൃദയത്തെ ഞാൻ കാണുന്നു. എനിക്ക് വേണ്ടി അടിയേറ്റ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മുറിയപ്പെട്ട ആ തിരുഹൃദയത്തെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മുറിവേറ്റ ഹൃദയങ്ങൾക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ഉണ്ടാകുന്നതാണ്. പലർക്കും കാണാൻ കഴിയാത്ത ചില മുറിവുകൾ, ആരോ പറഞ്ഞ ചില വാക്കുകളല്ലേ ഇന്നും നമ്മൾ കൊണ്ടു നടക്കുന്നു ഭാരം പോലെ. ചില വാക്കുകൾ, അത് മകൻ പറഞ്ഞതാകാം, മകൾ പറഞ്ഞതാകാം, ഭർത്താവ് പറഞ്ഞതാകാം, ഭാര്യ പറഞ്ഞതാകാം, മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞതാകാം. ഇതൊക്കെ ഒരു മുറുകിയപ്പെട്ട ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വാക്കുകൾ. ആരോ ചെയ്തൊരു വഞ്ചനയുണ്ടാകാം, നമ്മളെ വഞ്ചിച്ചു, അല്ലേ? ഒരുപക്ഷെ നമ്മുടെ പറമ്പുമായി ബന്ധപ്പെട്ട, സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മളെ വഞ്ചിച്ചതാകാം. സ്നേഹബന്ധങ്ങളിൽ വഞ്ചന ഏൽക്കുന്ന മക്കളുണ്ട്, ഒരുപാട് ഒരുപാട് ഒരുപാട്. സ്നേഹബന്ധങ്ങളിൽ, തെറ്റായ ബന്ധങ്ങളിൽ വഞ്ചന ഏൽക്കുന്ന, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ വഞ്ചന ഏൽക്കുന്ന, വിവാഹം കഴിഞ്ഞ് വന്നു, ഇതാ എല്ലാം കൊടുത്തു, എന്നിട്ട് വഞ്ചിക്കപ്പെട്ട ഒരവസ്ഥ. പല രീതിയിലും ഇതര ബന്ധങ്ങൾ, അത് വഞ്ചിക്കപ്പെട്ട അവസ്ഥയാണ്. പല രീതിയിലും വഞ്ചിക്കപ്പെട്ട ഹൃദയത്തിന്റെ മുറിവുകളുണ്ട്. നഷ്ടപ്പെട്ട ബന്ധങ്ങളുണ്ട് കേട്ടോ, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ. നിരാശയുണ്ടാകാം, പരാജയങ്ങളുണ്ടാകാം. പുറമേ ചിരിക്കുന്ന ഹൃദയങ്ങള് നോക്കണേ, പുറമേ ചിരിക്കുന്ന ഹൃദയങ്ങളിലെ ആ ഉള്ളിലെ ഹൃദയത്തെ, പുഞ്ചിരിക്കുന്ന മുഖമാണെങ്കിലും ഉള്ളിൽ നെടുവീർപ്പെടുന്നതാകാം. നമ്മുടെ ഉള്ളിലൊക്കെ മുറിയപ്പെട്ട ഹൃദയങ്ങളുണ്ടാകാം. പക്ഷേ പുറത്ത് നമ്മളെ ആരെയും കാണിക്കുന്നില്ല, അല്ലെ? നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടന്ന്, നല്ല പൊട്ടൊക്കെ തൊട്ട്, അല്ലെങ്കിൽ നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് നന്നായി മുടിയൊക്കെ ഈരി നടക്കുമ്പോൾ ആളുകളൊക്കെ ചിന്തിക്കും, ഇയാളെ ഒക്കെ ഹാപ്പിയാണ്. പക്ഷേ എത്രമാത്രം നമ്മൾ ഹാപ്പിയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലൊക്കെ ഒന്നുകിൽ മുറിപ്പെടുത്തിയ വാക്കുകളോ, വഞ്ചിക്കപ്പെട്ട അവസ്ഥയോ, നിരാശയോ, പരാജയമോ, തകർക്കപ്പെട്ട നിമിഷങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, യേശുവിന്റെ ഹൃദയം ഈ നമ്മുടെ മുറിവുകളൊന്നും ഭയപ്പെടാത്തതാണ്. നമ്മുടെ മുറിവുകളൊക്കെ ഭയപ്പെടാത്തതാണ്. പറയുന്നു, മുറിവേറ്റ ഹൃദയത്തോടു കൂടി ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ വിശ്വസിക്കണമെങ്കിൽ നിന്റെ തിരുവിലാവ് ഞാൻ കാണണം. മുറിവേറ്റ ഹൃദയത്തിൽ എനിക്കൊന്ന് തൊടണം. ആ ഹൃദയത്തെ തൊട്ട് ഞാൻ പറയും, എനിക്ക് എന്നാലേ വിശ്വാസമാകത്തുള്ളൂ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ മുറിവുള്ള മനുഷ്യനെ ഈശോ ചേർത്ത് നിർത്തി പറയുന്നു, തോമസേ, നീ എൻ്റെ അരികിൽ വരിക. നിന്റെ വിശ്വാസം അവിശ്വാസിയാകാതെ വിശ്വാസിയായിട്ടിരിക്കാം. മദർ തെരേസയുടെ വാക്കുകളിലൂടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, ശാരീരികമായ രോഗങ്ങളല്ല, അതിനേക്കാൾ ഉപരിയായി ഏകാന്തതയാണ്. നമ്മൾ രോഗശയ്യയിൽ നമ്മൾ കിടക്കുമ്പോൾ ഒരാൾ അരികിലുണ്ടെങ്കിൽ, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമേ താൻ പ്രിയനായി അരികിൽ വരുവാൻ, കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ, കൃപകൾ തരുവാൻ, അരികിൽ വരുവാൻ, ആശ്വസിപ്പിക്കുവാൻ, അരികിൽ വരുവാൻ, സൗഖ്യപ്പെടുത്തുവാൻ നീയല്ലാതെ മറ്റാരുമില്ല. അപ്പൊ ക്രിസ്തുവിനെ അറിയാൻ പറ്റും നമ്മുടെ ഏകാന്തതയുടെ ഭാരവും
വേദനയും. അതുകൊണ്ട് ഏകാന്തതയിൽ കടന്നു പോകുന്ന, ആരുമില്ലെന്ന് തോന്നുന്ന ഓരോ മകനും മകളും ചിന്തിക്കണം, അത് യേശു അരികിലുണ്ടെങ്കിൽ, യേശുവിൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തതാണ് ഈ വേദന. അതേ ഗത്സമനിയിലെ പ്രാർത്ഥന മുതൽ കാൽവരിയിലെ അവസാന നിമിഷം, ഇതാ പിതാവേ നിന്റെ കയ്യിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നെന്ന് പറയും വരെ അവിടുന്ന് പറയുന്നുണ്ട്, അതെ എന്തുകൊണ്ട് എന്നെ നീ ഉപേക്ഷിച്ചു, എന്നെ ഒറ്റയ്ക്കെന്തിന് വിട്ടു, എന്നെ ഏകനായി വിട്ടതെന്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. അപ്പോൾ നമ്മൾ ആരുമില്ലെന്ന് കരുതുന്ന സമയത്ത് കൂടെയിരിക്കുന്നു കർത്താവ്, കൂടെയുണ്ട് കർത്താവ്. 27-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല. നിന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല, കണ്ണിലെ കൺമണി പോലെ അവൻ നിന്നെ കാത്തുകൊള്ളും. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനവും ഇതേ ഹൃദയത്തിൻ്റെ മിടിപ്പുകളാ പറയുക. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോയാലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഉറപ്പിച്ചോ ഈ വചനമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എഴുതിക്കോ, ഇത് ഉറപ്പിക്കണം. അതെ, നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ച് എനിക്ക് ഭയമില്ല. നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനെയും അതിജീവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു, പത്രോസ് നിഷേധിച്ചു, ശിഷ്യന്മാരെ ഓടിയൊളിച്ചു. അതാണ് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ പഠിക്കുക. അപ്പൊ അത് ക്രൂശിലെ ആ തിരുഹൃദയത്തിൽ അനുഭവിച്ച വേദന താൻ ചേർത്ത് പിടിച്ച വ്യക്തികൾ തനിക്കെതിരായി പ്രവർത്തിച്ചു. എന്നാൽ ഓർക്കണം, അവസാന അത്താഴമേശയിൽ ക്രിസ്തു ഏറ്റവും അധികം സ്നേഹിച്ചവരെ തന്നെയാണ്. അതിനും പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം പറയുന്നുണ്ട്, താൻ തെരഞ്ഞെടുത്തവരെ, തൻ്റെ കൂടെ നിന്നവരെ അവൻ അത്രമേൽ സ്നേഹിച്ചു. എന്നിട്ട് അവസാനത്തെ സ്നേഹപാഠം അവർക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഏതാണ്? പാദങ്ങൾ കഴുകി ചുംബിച്ച് പിന്നെന്താ ചെയ്തത്? ആ അവസാന അത്താഴമേശയിൽ ആ പെസഹ ആചരണത്തിൽ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവനെന്ന് പറഞ്ഞ് മുറിച്ച്, ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് മുറിച്ച് ആർക്കാ കൊടുത്തത്? ആദ്യം യൂദാസിന്. എന്തുകൊണ്ടാണ് യൂദാസിന് കൊടുക്കാൻ കാരണം? അവൻ ഒറ്റി കൊടുക്കാനുള്ള, അവന് വേഗം പോയിട്ട് ഒറ്റി കൊടുത്തു എന്ന് പറയാനാണോ? അല്ല, ഇവൻ എനിക്ക് വേണം, ഒരവസരം കൂടെ അവന് കൊടുക്കുകയാണ്. അവരൊന്നും മനസ്സിലാക്കട്ടെ, ഇന്ന് മുറിച്ച കേക്ക് ആദ്യം കൊടുത്തത് ഇവനാണ്. ആർക്കാണ്? ആദരിക്കപ്പെടേണ്ടവനാണ്. നമ്മുടെ വീട്ടിലൊക്കെ അല്ലേ മുതിർന്ന ആൾക്കല്ലേ കൊടുക്കുക, ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കല്ലേ കൊടുക്കുക. ഇത് തന്നെ ഈശോ ചെയ്തത്. ഈശോ ആ അപ്പം എടുത്ത് മുറിച്ച് അവന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ ഇതാ സ്വീകരിക്കുക, ഇതെന്റെ ശരീരം. അപ്പൊ ഈശോയുടെ ആഗ്രഹം എന്തായിരുന്നു? ഇവൻ ഇനിയെങ്കിലും ബോധം ഉണ്ടാവട്ടെ, തിരിച്ചു വരട്ടെ. അവൻ അപ്പോഴും മർക്കടമുഷ്ടിയോടെ നിന്നപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഇനി നീ ചെയ്യാനുള്ളത് ചെയ്തോ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അതിനു മുൻപൊക്കെ ഈശോയുടെ ആഗ്രഹം എന്താണ്? ഇവനെനിക്ക് വേണം. ഇവനെന്നെ വഞ്ചിക്കുകയാണ്. ആ വഞ്ചിച്ചവനെ വീണ്ടെടുക്കാൻ ആഗ്രഹിച്ച ക്രിസ്തുവാണ്. വഞ്ചിച്ചവരെ, തന്നോട് വിശ്വാസവഞ്ചന ചെയ്തവരെ വീണ്ടെടുക്കുന്ന ക്രിസ്തു. ആ വിശ്വാസ വഞ്ചനയുടെ വേദനയുണ്ട്. കണ്ണീരോടുകൂടെ ആ കോഴി കൂകുന്ന സമയത്ത് പത്രോസിന്റെ മുഖത്തേക്ക് നോക്കിയെന്നാ പറയാ അല്ലേ? പത്രോസിനെ നോക്കി പത്രോസ് ഈശോയെ കണ്ടു. ആ നോക്കുക, അവനെയും കണ്ണീരോടുകൂടെ വേദനയോടുകൂടെ തിരിച്ചു വിളിക്കുന്ന ആ സ്നേഹത്തിന്റെ ആഴം. അപ്പൊ നമ്മളെ ആരെങ്കിലും നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസ വഞ്ചനയിൽ നമ്മൾ അനുഭവിച്ച വേദന ക്രിസ്തുവിന്റെ മുറിയിലേക്ക് കൊടുക്കാം. വേദനയോടുകൂടിയാണെങ്കിൽ അവർ നമ്മുടെ ശത്രുക്കളായിട്ട് കണക്കാക്കാതെ അവരെ വീണ്ടും ചേർത്ത് പിടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതം, തൻ്റെ ജീവിത കഥ, ആത്മകഥ അദ്ദേഹം എഴുതുന്നത് ദ കൺഫെഷൻസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്, എൻ്റെ കുമ്പസാരം. അപ്പം അതിലാദ്യം അദ്ദേഹം ഇതൊക്കെ എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. 13 ഭാഗങ്ങളാണ് ആ കൺഫെഷനുള്ളത്. 13 ഭാഗങ്ങളാണ്. അപ്പം അത് എഴുതി സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ട് പറയാണ്, എടാ കൂട്ടുകാരെ, നീ ഒന്ന് വായിച്ചു നോക്ക്, ഇതിൽ എഴുതിയിരിക്കുന്നത് എന്തോ അതാണ് ഞാൻ, ഇതിനധികം ഒന്നും നീ എന്നെക്കുറിച്ച് പറയരുത്, ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല, ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല, നീ കളയരുത്, ഞാൻ എന്താണോ എഴുതിയത് അതാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആദ്യ ഭാഗത്ത് പറയുന്നതാണ്, എൻ്റെ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ ഒരുപാട് പ്രണയ കാവ്യങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ടു. അതിൽ റോമൻ കവിയായ വേർജിലിൻ്റെ എനയാസ് എന്ന ഒരു കഥാപാത്രത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി എഴുതി സ്വന്തം വിശുദ്ധൻ തൻ്റെ ജീവിത കഥ എഴുതാണ്. അപ്പൊ അദ്ദേഹം പല സ്ഥലങ്ങളിൽ സാഹസിക യാത്രികനാണ്. അപ്പൊ ഇവൻ ഭയങ്കരമായിട്ട് വായിക്കും അദ്ദേഹത്തിന്റെ കവിതകൾ. എന്നിട്ട് പറയുന്നത്, ഈ എനയാസിന് ഒരിടത്ത് പോയപ്പോൾ കാർത്തേജ് എന്ന് പറയുന്ന സ്ഥലത്ത്, ആ കാർത്തേജിലെ ദീദോ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുമായിട്ട്, വിധവയായ സ്ത്രീയുമായിട്ടൊരു വലിയ സ്നേഹം ഉണ്ടായി. കുറെ നാൾ അവർ സ്നേഹിച്ചു.
അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, വായിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമല്ല. നമ്മളൊക്കെ അല്ലേ സീരിയലൊക്കെ കണ്ട്, സീരിയലും സിനിമയൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഭയങ്കര ത്രില്ല് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവൻ പറയുകയാണ്, അഗസ്റ്റിൻ പറയുന്നു, ആ ദീദോയുടെ അവരുടെ പ്രണയം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ദിവസം എനയാസ് ദീദോയെ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ഈ ദീദോ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അഗസ്റ്റിൻ പറയുന്നു, അവളുടെ കണ്ണീരായിരുന്നു പിന്നെ കുറേ നാളുകളിൽ എൻ്റെ വിഷമമുണ്ടാക്കി, എനിക്ക് ഉള്ളിൽ വിഷമമുണ്ടാക്കിയെന്ന്. എന്നിട്ട് പറയാണ്, ഒരു കഥാപാത്രത്തിന്റെ കണ്ണീര് എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചെങ്കിൽ കർത്താവേ, നിന്റെ ഹൃദയത്തെക്കുറിച്ച് ഞാൻ അല്പം പോലും വേദനിച്ചില്ലല്ലോ. അതിനുശേഷം ഈ ദീദോ എന്ന് പറയുന്നവൾ നെഞ്ചിൽ ഒരു കടാര കുത്തിയിറക്കി സ്വയം ആത്മഹത്യ ചെയ്യാണ്. അഗസ്റ്റിൻ പറഞ്ഞു, ഞാൻ കൂടുതൽ കരഞ്ഞു. എന്നിട്ട് പറയാണ്, കർത്താവേ, ആ സ്ത്രീ അവനുമായിട്ടുള്ള സ്നേഹത്തിന്റെ, അവരുടെ ഹൃദയത്തിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലും നിന്റെ അഗാധമായ സ്നേഹം മനസ്സിലാക്കാൻ കഴിയാത്ത വിധം എൻ്റെ ഹൃദയം വളരെ ചുരുങ്ങിയതായിരുന്നു. ദൈവത്തിന്റെ അഗാധമായ സ്നേഹം മനസ്സിലാക്കാൻ കഴിയാതെ എൻ്റെ ഹൃദയം ചുരുങ്ങിയതായിരുന്നു. അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ അറിയുന്നതുവരെ, നിന്റെ ഹൃദയത്തിൽ വിലയം പ്രാപിക്കും വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. കാരണം അത്രമേൽ ഞാൻ അനുഭവിച്ചു നിന്റെ അഗാധമായ സ്നേഹം. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. അഗസ്തീനോസ് മനസ്സിലാക്കാതിരുന്നത് അമ്മയുടെ കരച്ചിൽ അല്ലേ? ആ അമ്മയുടെ കരച്ചിൽ മനസ്സിലായി, അമ്മയുടെ ഹൃദയത്തെ മനസ്സിലായില്ല. പിന്നീടാണ് അദ്ദേഹം പറയാ, ഇപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ അമ്മയുടെ ഹൃദയവും അതിനേക്കാൾ ഉപരി എൻ്റെ കർത്താവിൻ്റെ ഹൃദയവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 16-ാം തിരുവചനം, അതേ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്നാൽ ലോകം എങ്ങനെയാ മറുപടി കൊടുത്തേ? എന്താ കൊടുത്തത്? കുരിശ് കൊടുത്തു അല്ലേ? എന്താണ് എങ്ങനെ ലോകം മറുപടി കൊടുത്തത്? കുരിശ് നൽകിക്കൊണ്ടാണ്. നമ്മളെ സ്നേഹിച്ചവർ നമുക്ക് കുരിശാണോ നൽകുന്നതെന്ന് പരിശോധിക്കുന്നു. നമ്മെ സ്നേഹിച്ചവര്, നമ്മൾ ഒരുപാട് പേര്, നമ്മുടെ മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ, നമ്മുടെ മാതാപിതാക്കളെ, അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് തിരിച്ചു നൽകുന്ന എന്തൊക്കെ? ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മൂന്നാമതൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കുറ്റം അതിലുണ്ടാവും അല്ലേ? അപ്പൊ സ്നേഹത്തിന് മറുപടി, നമ്മളെപ്പോഴും സ്നേഹത്തിന് മറുപടി പ്രതീക്ഷിക്കുന്നവരാണ്. ഇന്നിപ്പോൾ നിങ്ങളുടെ ഈ ഒരു ദേവാലയത്തിൽ തിരുഹൃദയ സന്യാസിനികൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി നൽകുമ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് അവരുടെ ഭവനങ്ങളിൽ 13 മണിക്കൂർ നീണ്ട ആരാധന നടത്തി ഈ ഇടവകയെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അങ്ങനെ ഒത്തിരി ത്യാഗം സഹിച്ചിട്ടാണ് അവർ നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി ഈ ഒരു ദിവസം ഒരുക്കിയത്. അപ്പം നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്നത് എങ്ങനെയാ? ഈ ഇടവകയിൽ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി, ഇങ്ങനെ തിരുഹൃദയ സന്യാസിനികൾ തിരുഹൃദയ വണക്കവുമായി ബന്ധപ്പെട്ട ഒരു ധ്യാനം, ഏകദിന ധ്യാനം നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മളെങ്ങനെയാ സ്നേഹത്തിന് മറുപടി കൊടുക്കേണ്ടത്? എല്ലാവരും വരണം എന്നുള്ളതാ അല്ലേ? ശരിയല്ലേ? 470ഓളം കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ എല്ലാവരും വരണം എന്നാണ് ആഗ്രഹം. അതാണ് സിസ്റ്റേഴ്സിന്റെ മുഖത്ത് സന്തോഷം അതായിരിക്കും. പക്ഷേ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയല്ല, സിസ്റ്റേഴ്സിന് വൈദികരെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഒരാളാണെങ്കിലും നിങ്ങൾ പ്രസംഗിച്ചാണോ? ഒരാൾ വന്നത് പോലും സന്തോഷമാണ്. ഇപ്പൊ ഇന്ന് ഇത്രയും ആളുകൾ വന്നില്ലേ? നിങ്ങൾ വന്നത് ഇവരുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും സന്തോഷം നൽകുന്നു. അപ്പോൾ തിരിച്ചു സ്നേഹിക്കുന്നു. യേശു സ്നേഹിച്ചപ്പോൾ ലോകം അവിടുത്തേക്ക് കുരിശ് നൽകി. ഇതാണ് പരിശുദ്ധ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വേദന. സെന്റ് മാർഗ്രറ്റ് മേരി അലക്കോക്ക് പറയുന്നുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഹൃദയം മനുഷ്യരെ അത്രമാത്രം സ്നേഹിച്ചു, പക്ഷെ മറുപടിയായി നന്ദികേട്, അവഗണനയാണ് അവിടുന്ന് അനുഭവിച്ചത്. ഇപ്പൊ നമ്മളും പറയുന്നൊരു വാക്ക് തന്നെയാണ്. നമ്മൾ പറയും, നന്ദികേടല്ലടാ നീ കാണിച്ചേ അല്ലേ? ഞാൻ തൃശ്ശൂർ ഭാഷയിലാണ് കേട്ടത്, ഇവിടെ ഏത് ഭാഷയെന്ന് അറിയില്ല. തൃശ്ശൂർ ഭാഷയിൽ പറയും, നീ നന്ദികേട് കാണിച്ചെന്ന് ചോദിക്കും അല്ലേ? നന്ദികേട് കാണിക്കുക, അതുപോലെ തന്നെ അവഗണന കാണിക്കുക, ഇത് കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ഈശോ അനുഭവിച്ചതാണ്. അപ്പൊ നമ്മൾ ആരിൽ നിന്നെങ്കിലും നന്ദി ലഭിച്ചിട്ടില്ല, മറുപടിയായി സ്നേഹം ലഭിച്ചിട്ടില്ല, അവരെന്നോട് നന്ദികേട് കാണിച്ചു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അവരെന്നെ അവഗണിച്ചെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയാം, ഈശോയെ നിന്റെ ഹൃദയത്തിൽ അനുഭവിച്ച് തന്നെയാണ് എൻ്റെ ഹൃദയത്തിൽ, അതുകൊണ്ട് അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. വലതുകരം സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവമേ സ്തുതി,
പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ നന്ദികേട് അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നു, മറുപടിയായി സ്നേഹം ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നവർ ദിവ്യകാര്യത്തിലേക്ക് നോക്കി, യേശുവിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് നോക്കി പറയണം, കർത്താവേ, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു നീ ഞാൻ അനുഭവിച്ചതുപോലെയാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ ആഴമായി സ്നേഹിക്കുന്നു. എനിക്ക് ലഭിക്കാത്ത സ്നേഹത്തിന്റെ മറുപടി നീ എനിക്ക് നൽകുന്നതിനെയോർത്ത് നന്ദി പറയുന്നു. അല്ലേ? മറ്റൊന്നും വേണ്ട, എനിക്ക് ഈശോയുടെ സ്നേഹം മാത്രം മതി. ഈശോയുടെ സ്നേഹം മാത്രം മതി. ഞാൻ പ്രതീക്ഷിച്ചു ചിലരിൽ നിന്ന് സ്നേഹം കിട്ടുമെന്ന്, പക്ഷെ കിട്ടിയില്ല. വേണ്ട, ഇത് മതി, ഇത് ധാരാളം, ഇത് മാത്രം മതി എന്ന് പാടാനും പറയാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച്, എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് അപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ ദിവ്യബലിയിലും ഞാൻ അവരെ ഓർക്കാനുള്ള കാരണം എനിക്ക് എങ്ങനെയാണ് അവരോട് നന്ദി പറയണമെന്ന് അറിയത്തില്ല. ഇതുപോലെ ഞങ്ങളെ വളർത്തിയതിന് ഇതുപോലെ ഒരു കുറവും ഇല്ലാതെ ഞങ്ങൾ വളർത്തി. അതോടൊപ്പം അവരുടെ സ്നേഹത്തിനും ഒരു കുറവുണ്ടായിട്ടില്ല. അപ്പൻ്റെ അമ്മയുടെ സ്നേഹത്തിന് ഇന്ന് വരെയും ഒരു കുറവുണ്ടായിട്ടില്ല. മരിക്കും വരെ സ്നേഹിച്ചു. ആ സ്നേഹം എങ്ങനെ വർണ്ണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സ്നേഹം അനുഭവിച്ചതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമുക്കൊന്നുമില്ലെങ്കിലും അവർക്കൊന്നുമില്ലെങ്കിലും നമുക്കെല്ലാം നൽകുന്ന സ്നേഹം, അല്ലേ? അപ്പൻ്റെ അമ്മയുടെ സ്നേഹം. അവരുടെ സന്തോഷങ്ങൾ മാറ്റിവെച്ച് അവർ നമുക്ക് നൽകുന്ന സ്നേഹം. നമ്മൾ സന്തോഷിക്കട്ടെ, മക്കൾ സന്തോഷിക്കട്ടെ, മക്കൾ സുഖമായി ഉറങ്ങട്ടെ, അവർ കംഫർട്ടബിൾ ആകട്ടെ എന്നാഗ്രഹിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ സ്നേഹം ഇത് തന്നെയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മോട് ചെയ്യുന്നത്. നമ്മുടെ മക്കൾ, നമ്മളെല്ലാവരും സംതൃപ്തരാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ പറയാമോ? പല രീതിയിലും നമ്മൾ അപമാനിക്കപ്പെടും. പ്രത്യേകിച്ച് ഞങ്ങൾ സന്യസ്ത വൈദികരൊക്കെ നല്ല രീതിയിൽ അപമാനിക്കപ്പെടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ മുറിവ് ഹൃദയം, യേശുവിൻ്റെ ഹൃദയം അപമാനിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇനിയും വേണമെങ്കിൽ അപമാനിച്ചോ എന്ന് പറയാനായിട്ട് നിൽക്കാൻ തയ്യാറാണ്. കാരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കാരണങ്ങൾ അപമാനിച്ചോട്ടെ. പക്ഷേ യേശുവിൻ്റെ ഹൃദയത്തിലെ മുറിവ് അപമാനത്തിൻ്റെ മുറിവ്, അല്ലേ? അവൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി, അവനെ അടിച്ചു, അവനെ പരിഹസിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം അവൻ്റെ തലയിൽ ചൂടി. അതെ, നമ്മുടെ ഹൃദയത്തിൽ ഇപ്രകാരം പരിഹാസം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചില വാക്കുകൾ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ അധ്യാപകൻ്റെ വാക്കായിരിക്കാം, പിതാവിൻ്റെ വാക്കായിരിക്കാം, സുഹൃത്തിൻ്റെ വാക്കായിരിക്കാം. ജീവിതകാലം മുഴുവൻ നമുക്കത് മുറിവായിട്ട് നൽകുന്നുണ്ടെങ്കിൽ ഓർക്കണം, തോമസ് മെർട്ടൺ പറയുന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. നമ്മുടെ വ്യാജ സ്വത്വം, അല്ലേ, നമ്മുടെ ഫോൾസ് ഐഡൻറ്റിറ്റി, അതിനെ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ വരുന്ന വാക്കുകൾ നമുക്ക് വേദനയായി മാറും. ട്രൂ സെൽഫ്, ഇത് ഞാൻ എന്താണ്? ഞാനായിരിക്കുന്നത് എന്നെ ദൈവം സ്നേഹിക്കുന്നു, അതാണ് ഞാൻ. എന്നെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം എന്നോട് പറയുന്നു, നീ എനിക്ക് ബഹുമാനിനും പ്രിയങ്കരനും അമൂല്യനുമാണെന്ന് പറയുന്നത് കർത്താവ്. ആ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ഇവയൊന്നും എനിക്ക് പ്രശ്നമല്ല. ആ സ്നേഹം ഉള്ളിലേക്ക് ഏറ്റെടുത്ത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ഒരു പരിഹാസവും ഒരു പ്രശ്നമല്ല. എന്നെ ആരും കുറ്റം പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല. നമ്മെ അവിടുന്ന് സ്നേഹിക്കുന്നു എന്നൊരു ബോധ്യം. മറ്റൻ പറയുന്നത് ഇതാണ്, തോമസ് മറ്റൻ. അതെ, നമ്മളെപ്പോഴും നമ്മുടെ തെറ്റായിട്ടുള്ളൊരു സ്വത്വമുണ്ട്, ഫോൾസ് ഐഡൻറ്റിറ്റി. അതായത് നമ്മളെല്ലാം ബെസ്റ്റാണ്, സൂപ്പറാണ് എന്ന് പറയുന്ന അതിനെ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് നമ്മളെ വേദനിക്കുക. എന്നാൽ യേശു ഞാൻ ദൈവമാണ്, ഞാൻ മനുഷ്യനാണ്, ഞാൻ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി വന്നവനാണ്, അതുകൊണ്ട് ഇത് ഞാൻ ഏറ്റെടുത്തേ മതിയാകൂ എന്നൊരു ബോധ്യം ഈശോയ്ക്കുള്ളത് കൊണ്ട് ഈശോ ആ അപമാനങ്ങൾ ഏറ്റെടുത്തു സ്വീകരിച്ചു. ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഒരു യഥാർത്ഥമായ സ്വത്വത്തോടുകൂടെ, ട്രൂ സെൽഫോടുകൂടെ ഞാൻ അനുഭവിക്കുന്നു, ഞാനൊരു മകനാണ്, ഞാനൊരു വൈദികനാണ്, ഞാനൊരു സന്യാസിയാണ് എന്ന നിലയ്ക്ക് എൻ്റെ ട്രൂ ഐഡന്റിറ്റി, ഞാനൊരു മകനാണ്, ഞാനൊരു സന്യാസിയാണ്, വൈദികനാണ്, എന്നെ ബലമേൽപ്പിക്കപ്പെട്ട ദൗത്യം ഇതാണ് എന്നൊരു ഉറപ്പിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, എന്നോട് എന്ത് ചെയ്താലും കർത്താവെ ഇവരോട് ക്ഷമിക്കണമേ, കാരണം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിത്. ഇതിനൊരു കാരണമുണ്ട്. ഞാൻ അപമാനിക്കപ്പെടുന്നതിൻ്റെ, കുറ്റപ്പറയപ്പെടുന്നതിൻ്റെ, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കപ്പെടുന്നതിൻ്റെ കാരണമുണ്ട്. അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുന്ന ചിന്ത ഇതാണ്, ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നവർക്ക് ക്ഷമയുടെ വഴി തുറക്കപ്പെടും. എന്താണ്? ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നവർക്ക്
ക്ഷമയുടെ വഴി തുറക്കപ്പെടും. അപ്പൊ നമുക്ക് യേശുവിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ക്ഷമയുടെ മുറിവ്, അല്ലെ, ക്ഷമിക്കുന്ന സ്നേഹം, അത് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഹല്ലേലൂയ പറയാമോ? യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ എപ്പോഴും പറയും, എന്തിനാ ഞാൻ ജീവിച്ചത്, എന്തിനാ ഈ കുടുംബത്തിലേക്ക് വന്നത്, അല്ലെ, എന്തിനാണ് ഞാൻ ഈ മക്കളെ പ്രസവിച്ചത്, അല്ലെങ്കിൽ എന്തിനാ ഈ മക്കളെ വളർത്തിയത്, എന്തിനാ ഞാൻ ജോലി ചെയ്ത്, ഇത്ര നാൾ ഞാൻ അധ്വാനിച്ചത് എന്തിനാ, എല്ലാം വ്യർത്ഥമായില്ലോ എന്നല്ലേ. അർത്ഥമില്ലായ്മയുടെ മുറിവ് നമ്മുടെ ഉള്ളിലുണ്ടാവാം. യേശുവിന്റെ കുരിശിൽ അവിടുന്ന് തൂങ്ങിയാടുമ്പോൾ ആ പടയാളികൾ ഒരുവൻ ഇതാ വിലാപ്പുറത്ത് കുത്തിയാ രക്തവും വെള്ളം ഒഴുകുന്ന സമയത്ത്, ആ സമയത്ത് ഇതാ എല്ലാം പരാജയപ്പെട്ടവനെ പോലെ അവൻ ശിരസിൽ ചായച്ച്, പിതാവേ ഇതാ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരും ചിന്തിച്ചത് അവൻ പരാജയപ്പെട്ടു. എന്നാൽ ഒരുവൻ വിളിച്ചു പറഞ്ഞു, അവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു. അവനെ കൊത്തിയാള ശതാധിപൻ അവന്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു. നമ്മുടെ ഉള്ളിൽ പരാജിതമായ സമയങ്ങൾ, അർത്ഥമില്ലായ്മയുടെ സമയങ്ങൾ നമുക്ക് പറയാൻ പറ്റണം, കർത്താവേ ഇതാ ഞാൻ യഥാർത്ഥത്തിൽ നിന്റെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് എന്നെ കരുതുന്നുണ്ടല്ലോ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു ഗാനത്തോട് പെറ്റമ്മ മറന്നാലെന്ന് ഈരടികൾ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഹൃദയം നിന്നെ കാണുന്നു, കർത്താവിന്റെ ഹൃദയം നിനക്കായി തുടിക്കുന്നു. യേശുവേ, ഈ സമൂഹത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളെ അങ്ങേ കരങ്ങളിൽ തരുന്നു കർത്താവേ. മുറിവേറ്റ ഹൃദയങ്ങളിലേക്ക് നിന്റെ ഹൃദയത്തിന്റെ ശാന്തി നൽകണമേ കർത്താവേ. മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനെ നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോ, ആലംബമില്ലാതലഞ്ഞപ്പോ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ചെമ്പ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനെ നീ എന്നാശ്രയം. ഒന്ന് സ്തുതിച്ചാലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന്, കർത്താവേ, നിരസിക്കപ്പെട്ടതാണോ, വഞ്ചിക്കപ്പെട്ടതാണോ, ഏകാന്തതയാണോ, അപമാനമാണോ, സ്നേഹമില്ലാത്ത അവസ്ഥ കർത്താവേ നിന്റെ ഹൃദയത്തിൽ അർപ്പിക്കുന്നു. ഇപ്പോൾ എന്റെ ശരീരത്തിൽ നിന്നും രോഗങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശരീരത്തിന് ആരോഗ്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ സർവ്വതും കൂട്ടിച്ചേർക്കപ്പെടുമല്ലോ. അവിടുത്തെ നീതിയും ന്യായവും, അതെ, അവിടുത്തെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ സകലതും കൂട്ടിച്ചേർക്കപ്പെടുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ എല്ലാം എന്നെ വെറുത്തു, ആഴമേറും മുറിവുകളെന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരു പാടുവേദനയേകി. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പുകഞ്ഞു, നീറും നിരാശയിൽ തേങ്ങി. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവിടിയില്ല. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവിടിയില്ല. കരങ്ങൾ യാചനാരെ പിടിക്കുന്നു, കണ്ണുകൾ അടയ്ക്കുന്നു. പത്രോസ് ചോദിച്ച ഒരേ ചോദ്യം, കർത്താവേ, ജനക്കൂട്ടം തിങ്ങി വരുന്നുണ്ടല്ലോ, നിന്നെ തൊടാത്തത് ആരാണ്? ഈശോ പറഞ്ഞു, ഒരാൾ എന്നെ തൊട്ടു, ഒരാൾ എന്നെ തൊട്ടു.
ഒരാളുടെ കണ്ണീരെന്റെ ഹൃദയത്തിൽ വീണു. ഒരാളുടെ ഹൃദയം നുറുങ്ങിയത് ഞാൻ അറിഞ്ഞു. ഒരാളുടെ ശരീരത്തിലെ വേദന എൻ്റെ ശരീരത്തിലേക്ക് വന്നു. ഒരാൾ അപമാനിക്കപ്പെട്ടത് ഞാൻ അറിഞ്ഞു. ഒരാൾ തിരസ്കരിക്കപ്പെട്ടത് ഞാൻ അറിഞ്ഞു. ഒരാളുടെ ക്ലേശങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഇതാ പ്രിയ സഹോദര സഹോദരി, നിന്റെ ഹൃദയമിടിപ്പുകൾ മനസ്സിലാക്കുന്ന കർത്താവിൻ്റെ ഹൃദയം. ആ വിശ്വാസത്തോടുകൂടെ ഇരുകരങ്ങളും ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈശോ ഇതാ ഒരിക്കൽ കൂടെ ഈശോ എന്ന് വിളിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ യോഗ്യതയാലും അവിടുത്തെ കുരിശിലെ വിജയത്തിന്റെ ശക്തിയാലും ലൂക്ക 10:19 വചനത്തിന്റെ അധികാരത്താലും കർത്താവ് ഞങ്ങളുടെ നൽകിയ പൗരോഹിത്യത്തിന്റെ കൃപയിലും ആശ്രയിച്ചുകൊണ്ട് യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ വേദനകളെയും സൗഖ്യമാക്കുന്നു, എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ജീവിതത്തിലെ ദുരാനുഭവങ്ങളെ വിടുവിക്കുന്നു. തിന്മയുടെ സ്വാധീനങ്ങളെ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിർവീര്യമാക്കി ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. യേശുവർക്ക് ഇവരുടെ കുടുംബങ്ങൾക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിരന്തര സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഇവിടെ ഇരുന്ന് ദൂരെ നിന്നും പ്രാർത്ഥിക്കുന്ന മക്കളെ, ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും ദൂരെയായിരിക്കുന്ന മക്കളെ, ദൂരെയായിരിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. അവരുടെ ജീവിത ക്രൈസിസുകളിൽ, കഷ്ടപ്പാടുകളിൽ നിന്റെ കൃപ നൽകുവാനായിട്ട് അവിടുന്ന് അവരിലേക്ക് ഇറങ്ങി വരണമേ. അവിടുത്തെ കൃപ വർഷിക്കണമേ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന.